റബ്ബറിൻ്റെ പറയുകയാണെങ്കിൽ നല്ല പാല് ഉണ്ട്. 4 വർഷമായിട്ടും മറ്റൊരു വളവും ചെയ്തിട്ടില്ല. ഈ ജൈവവളം ഈ NPKയും സ്റ്റിമറിച്ചും മാത്രമാണ് ഉപയോഗിക്കുന്നത്. 100 മരത്തിന് 15 ഷീറ്റ് കിട്ടിക്കൊണ്ടുണ്ട്. മണ്ണിളക്കണ്ട, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ബ്ലാക്ക് ഹോമിൽ നടുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് മലമണ്ടക്കാണെങ്കിലും സാധനം കൊണ്ടുപോകാം. വെള്ളം ശേഖരിക്കണമെങ്കിൽ ഒരു പായ കെട്ടി വെച്ചാൽ മതി. അപ്പൊ റബ്ബറിന് സാറിന് ഇപ്പൊ എത്ര റബ്ബറിനാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്? 800 റബ്ബറിനാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരടക്കം എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട കല്ലിങ്കക്കുടിയിൽ അലക്സാറിന്റെ കൂടെയാണ് ഉള്ളത്. കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവവളങ്ങളാണ് അദ്ദേഹം ഏകദേശം 8 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലെ വിവിധങ്ങളായ സസ്യങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പം അതിന്റെ അനുഭവങ്ങൾ ഒരു 1.5 വർഷം മുന്നേ നമ്മൾ യൂട്യൂബിൽ ഇട്ടതാണ്. അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അനുഭവം ഇട്ടതാണ്. ഇന്ന് ഈ വീഡിയോയുമായി വരുന്നത് 4ാമത്തെ വർഷം തുടർച്ചയായിട്ട് വേറൊരു വളപ്രയോഗവും ചെയ്യാതെ നെറ്റ്സർഫിന്റെ ഈ ദ്രാവക രൂപത്തിലുള്ള നാനോ ബയോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24 സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന 846 ജില്ലകളിൽ 260 സ്റ്റോക്ക് പോയിന്റുകളുമായി ഏകദേശം 1 മില്യൺ കർഷകരിലധികം ഉപയോഗിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കർഷകരിലേക്ക് അതിന്റെ ഗുണങ്ങൾ ഇന്ന് നമ്മൾ എത്തിക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അലക്സാറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി. അതിലുപരി നമുക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു വീഡിയോയ്ക്ക് വേണ്ടി അദ്ദേഹം തന്ന ആ ഒരു മനസ്സിനെ, കാരണം കർഷകർക്ക് നല്ലത് വരട്ടെ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെ നമ്മളിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച അദ്ദേഹം ഇത് റബ്ബറിന് ഉപയോഗിക്കുന്നുണ്ട്, കുരുമുളകിന് ഉപയോഗിക്കുന്നുണ്ട്, ജാതിക്ക് ഉപയോഗിക്കുന്നുണ്ട്, കവുങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, തെങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, തുടങ്ങി സമ്മിശ്രമായിട്ടുള്ള വിളകൾക്കെല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവം തന്നെ നോക്കാം. അതിലുപരി നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ആദ്യമായി തന്നെ നമ്മളിവിടെ കൈകളിൽ ഇതാ ഇങ്ങനെ പിടിക്കുന്ന വിവിധ കളറിലുള്ള കുപ്പികളാണ് നമ്മുടെ ജൈവവളമായിട്ട് വരുന്നത്. തികച്ചും നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജൈവവളമാണിത്. ദ്രാവക രൂപത്തിൽ 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ വരുമാന സാധ്യത, വിളവ് വർദ്ധിപ്പിക്കുവാനും മണ്ണിന്റെ ഘടനയെ മാറ്റി വളക്കൂറുള്ളതാക്കി മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഷേത്ത് എന്ന് പറയുന്ന സൂക്ഷ്മമൂല്യങ്ങളുടെയും ചാണകവളത്തിന്റെയും ഒരു എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ്. PGRI പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റിമറിച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിന്നുണ്ട്. ആ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഗുണങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയാണ്, ഒരു കർഷകനാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നതിൽ വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ടായ ഗുണങ്ങൾ നമുക്ക് അലക്സാറിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചറിയാം. അദ്ദേഹത്തിന്റെ അനുഭവവും അദ്ദേഹം കാർഷിക മേഖലയിൽ എത്ര വർഷമായെന്നും, അദ്ദേഹം ഒരു എക്സ് ഗൾഫ് ആണ് അല്ലേ സർ? മിലിറ്ററി KSCB-യിലാണ്. അദ്ദേഹം ഒരു KSCB റിട്ടയർഡ് കോൺട്രാക്ട് KSCB ജീവനക്കാരനായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഏകദേശം ഒറ്റയ്ക്കാണ് എല്ലാ കൃഷിപ്പണികളും ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെയധികം സന്തോഷം നൽകുന്നത്. വേറെ കുടുംബ ഫാമിലി ആയിട്ട് വന്ന് മറ്റ് പണിക്കാരെയൊന്നും ആശ്രയിക്കാതെ അല്ലേ, അതാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു കർഷകൻ 8 ഏക്കറിലധികം തോട്ടത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തുടർച്ചയായി 4 വർഷം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അലക്സാറെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ എത്ര വർഷമായെന്നും അതിലുപരി നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ വിളകൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചുരുങ്ങിയ ഒരു അനുഭവക്കുറിപ്പ് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോകളാണ് നമുക്ക് കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് വേറെ പരസ്യങ്ങളൊന്നുമില്ല. നമ്മുടെ കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമാണ് ഇതിനുള്ള ഏക പരസ്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഈ ഗുണങ്ങൾ നിങ്ങൾക്കും ലഭ്യമാകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അലക്സാറിന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. ഇതൊന്ന് കുറച്ച് നോക്കാം. ഏകദേശം 20 വർഷത്തിലധികമായി കാർഷിക മേഖലയിൽ മാത്രമാണ് കൃഷി ചെയ്തു വരുന്നു. നെറ്റ്സർഫിൻ്റെ ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല മറ്റ് മായം ഒന്നും ചേരാത്തതാണ്, ലിക്വിഡാണ്.
ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് എല്ലാ ചെടികൾക്കും ഉള്ളത്. റബ്ബറിൻ്റെ പറയുകയാണെങ്കിൽ നല്ല പാല് ഉണ്ട്. 4 വർഷമായിട്ടും മറ്റൊരു വളവും ചെയ്തിട്ടില്ല. ഈ ജൈവവളം ഈ NPKയും സ്റ്റിമറിച്ചും മാത്രമാണ് ഉപയോഗിക്കുന്നത്. 100 മരത്തിന് 15 ഷീറ്റ് കിട്ടിക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ റബ്ബറിന്റെ സാറ് റബ്ബറിനെ നമ്മളെ സംബന്ധിച്ച് സാർ പറഞ്ഞല്ലോ. അപ്പൊ റബ്ബറിന് നമുക്ക് സാധാരണ ഇപ്പൊ 100 മരത്തിന് 15 ഷീറ്റ് കിട്ടുന്നുണ്ടെന്ന് സാറ് പറഞ്ഞു. സാധാരണ നമ്മളെ വളങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് എത്ര ഷീറ്റ് വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു? പരമാവധി 10 ഷീറ്റ്. 10 ഷീറ്റ് 100 മരത്തിന് 10 ഷീറ്റ് സീസണിൽ ലഭിച്ചിട്ടുണ്ട്. ഈ 15 ഷീറ്റ് നമുക്ക് ആവറേജ് നമുക്ക് ഇത് തുടർച്ചയായിട്ട് ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത്? ആവറേജ് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതാണ് കർഷകർ റബ്ബറിലേക്ക് വരുമ്പോൾ. അതുപോലെ റബ്ബറിന് ഇപ്പോൾ വളപ്രയോഗം ചെയ്യുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വളങ്ങൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ വെള്ളം ശേഖരിക്കണ്ടേ, അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് കർഷകർ ഇങ്ങനെ പറയുന്നില്ല. അത് ഒരു ടാർപ്പ ഒരു 4 മരത്തിലായിട്ട് വലിച്ചു കെട്ടിയിട്ട് അതിനടിയിൽ ഒരു ഡ്രം വെച്ച് അതിൽ നിന്ന് നമുക്ക് വെള്ളം സുഖമായിട്ട് ശേഖരിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡ്രമ്മിലേക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി പറ്റും. അത് ഒരുപക്ഷെ നമുക്ക് 2-3 ദിവസം ഒരു ദിവസം ഒരു ഡ്രമ്മിലെ വെള്ളം മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാലും 2-3 ദിവസമായിട്ട് നമുക്ക് തന്നെ അത് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലുപരി നമ്മൾ രാസവളം അല്ലെങ്കിൽ മറ്റ് ചാക്ക് കണക്കിനുള്ള ഖരാവസ്ഥയുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണല്ലോ ഇതിന് മുന്നേ, ഒരു 4 വർഷം മുന്നേ. അപ്പോൾ ആ 4 വർഷം ഉപയോഗിക്കുമ്പോൾ സമയത്തുള്ള ലേബർ കോസ്റ്റ് റബ്ബറിന് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരുന്നു വന്നത്? ഈ കുന്നെല്ലാം ചുമന്ന് കയറ്റേണ്ടി വരും. വളം മുഴുവൻ ചുമന്ന് കയറ്റി അതിന് കിളച്ച് മൂടി ഒക്കെ ഇടേണ്ടി വരുന്നു. കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അത് ചാക്ക് കെട്ടി തൊഴിലാളികളെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടും കൂടെ നമ്മൾ അനുഭവിക്കുന്നു. കിളക്കേണ്ട, മണ്ണിളക്കേണ്ട, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം നിറച്ച്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് മലമണ്ടക്കാണെങ്കിലും സാധനം കൊണ്ടുപോകാം. വെള്ളം ശേഖരിക്കണമെങ്കിൽ ഒരു പായ കെട്ടി വെച്ചാൽ മതി. അപ്പൊ റബ്ബറിന് സാറിന് ഇപ്പൊ എത്ര റബ്ബറിനാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്? 800 റബ്ബറിനാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ 800 റബ്ബറിന് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 100 മരത്തിൽ നിന്ന് 15 ഷീറ്റോളം ലഭിക്കുമ്പോൾ 800 മരത്തിൽ നമുക്ക് ഏകദേശം 120 ഷീറ്റോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കർഷക സുഹൃത്തുക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ റബ്ബറിന് ഇന്ന് വളരെയധികം മികച്ച റിസൾട്ടോട് കൂടിയാണ് ഈ ഉൽപ്പന്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റബ്ബറിന്റെ ഇല പൊഴിച്ചിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല പൊഴിയുന്നതിന് വ്രാപ്പപ്പ് സ്പ്രേ ചെയ്യുന്നതാണ് ഉത്തമമെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്രാപ്പപ്പ് ഞാൻ സ്പ്രേ ചെയ്തില്ല. പക്ഷേ വ്രാപ്പപ്പ് പൊതുവെ ഞാൻ ചുവട്ടിൽ ഒഴിച്ചിരുന്നു. അത് ചീക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒഴിച്ചത്. ചീക്ക് രോഗങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അല്ല, പൊതുവെ എല്ലാ വർഷങ്ങളും മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് ഇല പൊഴിച്ചിൽ കുറവല്ലേ? ഈ വർഷം മഴ വളരെ കൂടുതലായിരുന്നു. എന്നിട്ടും കുറച്ച് ഇല ബാക്കിയായി നിൽക്കുന്നുണ്ട്. ഇത് തീർത്തു പോകുന്നതല്ല. ഞാനിപ്പോ വരുന്ന വഴിയൊക്കെ നോക്കി കുറ്റിച്ചൂല് പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കുറച്ച് അത്യാവശ്യമെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ. ഇല പച്ചപ്പ് നിന്നാൽ തന്നെ നമുക്ക് കൂടുതൽ പാല് ലഭിക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പട്ടമരപ്പിൽ നമുക്ക് എങ്ങനെ കാണുന്നുണ്ട്? ഇതിൽ പട്ടമരപ്പിൻ്റെത് അങ്ങനെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല, പട്ടമരപ്പുള്ള മരങ്ങളുണ്ട്. ഉണ്ട്. അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇവിടെ വളങ്ങൾ മാറ്റം കാണാനായിട്ടില്ല അല്ലെ? എന്നാലും ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം എന്തെങ്കിലും കാണുന്നുണ്ടോ? നമുക്കത് അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പട്ടമരപ്പിന്റെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള നമ്മുടെ പാൽ ഉൽപാദന വർധനവ്, നമ്മുടെ ഇല പൊഴിച്ചിലിന്റെ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നു. അതുപോലെ കാറ്റൊക്കെ വരുമ്പോൾ ഈ ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അത് എന്തെങ്കിലും മാറ്റി? ഈ വർഷം മരം അങ്ങനെ ഒടിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട് അല്ലെ? മറ്റ് തോട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയാണ് ഉള്ളത്. അല്ലാതെ നമുക്ക് രാസവളം കൊടുത്തിട്ട് ഉള്ള ഒരു വളർച്ച പോലെയല്ല. ഓക്കെ, അതൊരു ജൈവവളത്തിന്റെ ആ ഒരു വളർച്ച, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഈൽഡ് വളരെ DRCയിൽ എങ്ങനെ മാറ്റം വരുന്നുണ്ട്? നല്ല കൊഴുപ്പുണ്ട്. നല്ല കൊഴുപ്പിലാണ് പാല് വരുന്നത് എന്നുള്ളത്. അത് റബ്ബറിന് ഉപയോഗിക്കുമ്പോഴുള്ള റിസൾട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്ത അദ്ദേഹം കുറേ ഒരു 8 ഏക്കർ തോട്ടത്തിൽ സമ്മിശ്ര കർഷകനാണ്. നമുക്ക് ഈ തോട്ടത്തിലൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സാറിന്റെ ബാക്കിയുള്ളതിന്റെ ഒരു വിശേഷങ്ങൾ കൂടെ ഒന്ന് കർഷകരിലേക്ക്. കവുങ്ങിന് ബോധമിശ്രിതമായിരുന്നു സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 10 വർഷത്തിലോളം ഞാൻ ബോധമിശ്രം സ്പ്രേ ചെയ്യാതിരുന്നു. ഒരു 4 വർഷം മുൻപാണ് നമുക്ക് ഈ വ്രാപ്പപ്പ് എന്ന മരുന്ന് കിട്ടിയത്. അതിനുശേഷം നമ്മൾ വ്രാപ്പപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഞാൻ സ്പ്രേ ചെയ്തിരുന്നില്ല, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് മഹാളി രോഗം ഇതുവരെ എൻ്റെ കവുങ്ങിന് പിടിച്ചിട്ടില്ല അല്ലേ? നമുക്ക് പൊതുവേ ഈ കവുങ്ങിന് നമ്മൾ പൊതുവേ നോക്കുവാണെങ്കിൽ നമ്മൾ കവുങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ മഞ്ഞളിപ്പ് രോഗങ്ങൾ പൂർണ്ണമായി കുറേ ഭാഗങ്ങളിൽ ഇപ്പൊ അധികമായി വരും. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച കവുങ്ങ് എനിക്കുണ്ടായിരുന്നു. പൂർണ്ണമായും മഞ്ഞളിപ്പ് രോഗം ബാധിച്ചായിരുന്നു. അതിന് വ്രാപ്പപ്പ് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അതിന്റെ മഞ്ഞളിപ്പ് പൂർണ്ണമായും മാറി. ഇതും വളങ്ങളും കൊടുത്തു. വർഷത്തിൽ 2 പ്രാവശ്യം വളം കൊടുത്തു. ഈ വ്രാപ്പപ്പ് ഒരു 3 തവണ
റാപ്പപ്പ് അപ്പോൾ റാപ്പപ്പ് അതായത് കവുങ്ങിന് നമുക്ക് വളരെയധികം മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് ഈ വളപ്രയോഗം എത്തുന്നു എന്ന് അലക്സ് സാർ പറയുകയാണ്. അതുപോലെ നമ്മൾ ഈൽഡിൽ എങ്ങനെ വ്യത്യാസം? അടക്കയുടെ നല്ല കായ്ഫലമുണ്ട്. അതേപോലെ ഈ കൂമ്പ് മുരടിച്ച് തല കുറുകി മണ്ട ഒടിഞ്ഞു പോകുന്ന കവുങ്ങിന്റെ ഒരു രോഗമാണ്. അത് പൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അസുഖം വന്ന് മുരടിച്ച് പോകാനിരുന്ന കവുങ്ങിന് തിരിച്ചു വരുന്നുണ്ട്, ഇപ്പൊ കായ്ക്കുന്നുണ്ട്. അപ്പൊ അത്രയും വരുന്നുണ്ട്. അടക്കയുടെ ഉൾക്കാമ്പ് എങ്ങനെയുണ്ട്? അത് നമ്മൾ അങ്ങനെ ഒരിക്കുമ്പോ പാട്ടം കൊടുക്കുവാണോ? അല്ല, നമ്മൾ സ്വന്തം വിളിക്കുകയാണ്. ഒരിക്കുമ്പോ എന്തായാലും വെയിറ്റ് ജാസ്തി വരുന്നുണ്ടോ? നമുക്ക് അത് ശരിക്കും നോക്കിയില്ല. അല്ല, എന്തായാലും വെയിറ്റ് ഈൽഡ് അധികം ഉണ്ടല്ലോ. അപ്പൊ വെയിറ്റിൽ അധികം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഉണ്ടാകും. കാരണം പ്രകൃതിദത്തമായ രീതിയിലുള്ള ജൈവവളം ആയതുകൊണ്ട്. അപ്പോൾ കവുങ്ങിന്റെ ഏറെ ഗുണപ്രദമായ രീതി കവുങ്ങ് കർഷകർക്ക് ഏറെ ആശ്വാസകരമായ വാർത്തകളാണ്. മഞ്ഞളിപ്പിന് മാറ്റം വരുന്നു, ഈൽഡിൽ വ്യത്യാസം വരുന്നു, അതുപോലെയൊക്കെ കാര്യങ്ങൾ വരുന്നു. പിന്നെ ഏതൊക്കെ നമ്മൾ തെങ്ങിന് കൊടുക്കുന്നുണ്ട്, കൊടിക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ ജാതിക്ക് കൊടുക്കുന്നുണ്ട്. അവയുടെയൊക്കെ എങ്ങനെയാണ് അതിന്റെയൊക്കെ മാറ്റങ്ങൾ? തെങ്ങില് കുരുമുളകിനും ഒക്കെ നല്ല മെച്ചമാണ് കാണുന്നത്. പെട്ടെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ജാതിയിലാണ്. ജാതി നല്ല വിളവ് ഓരോ വർഷവും നല്ല വീട്ടിലേക്ക് വരുന്നത്. കായൊക്കെ നല്ല ക്വാളിറ്റി കായ വരുന്നുണ്ട്, ജാതിപത്രിയൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇലകളുടെ പച്ചപ്പ് കാര്യങ്ങളൊക്കെ പൊഴിച്ചിൽ. ഇപ്പൊ ജാതിക്ക് ഈ റബ്ബറിന്റെ ഇല പൊഴിയുന്നത് പോലെ തന്നെ ജാതിയുടെ ഇല പൊഴിയുന്നു എന്നുള്ള കുറെ ആൾക്കാർ വിളിച്ചു പോയിക്കുന്നുണ്ട്. യൂട്യൂബൊക്കെ കാണുമ്പോൾ കുറെ ആൾക്കാർ വിളിച്ചു പോയിക്കുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുന്നുണ്ടോ? കൂടുതലായിട്ടില്ല, എന്നാലും മഴ കൂടുതൽ കൊണ്ട് അതിന് സ്വാഭാവികമായിട്ടും എന്തായാലും മഴ വരുമ്പോൾ മനുഷ്യന് പനി വരുന്നത് പോലെ ചിലപ്പോ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ നമുക്കൊന്ന് തോന്നുന്നത് പിന്നെ സസ്യത്തിന്റെ ഒരു ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ പറ്റും. സസ്യത്തിൽ മണ്ണിലെ മണ്ണിരകളൊക്കെ സാന്നിധ്യം, മണ്ണിരകള് ഈ വളം ഒഴിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ മണ്ണിര നല്ല രീതിയിൽ മണ്ണിൽ അനുഭവപ്പെടും. മണ്ണിരകൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ യാതൊരു പാർശ്വഫലവും ഇല്ല. അലക്സ് സാർ നമ്മുടെ മീറ്റിംഗിലൊക്കെ എപ്പോഴും പറയാനുണ്ട്, റാപ്പപ്പ് എന്ന് പറയുന്ന ഫംഗിസൈഡ് നമ്മൾ തുരിശൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അതൊരു കെമിക്കലാണെന്ന്. റാപ്പപ്പ് മിക്സ് ചെയ്ത് വെച്ചതിൽ പട്ടി വന്ന് കുടിച്ചപ്പോൾ അതിൽ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണോ? അത് അതെ, നമ്മുടെ ഇപ്പൊ നമ്മുടെ കണ്ണിലോ നമ്മുടെ എവിടെയെങ്കിലും നമുക്കിങ്ങനെ അലർജിയോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പൂർണ്ണമായും ജൈവമാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. റാപ്പപ്പ് കലക്കി വെച്ചിരുന്നപ്പോൾ ആ ഡ്രമ്മിൽ വന്ന് പട്ടി വയറ് നിറച്ച് കുടിച്ചിട്ട് പോയി. പക്ഷെ അതിനൊരു ആരോഗ്യ പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതാണ് നമ്മുടെ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ പക്ഷി മൃഗാദികൾക്കോ ഒരു പ്രോബ്ലവും നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാവില്ല എന്നതിന്റെ ഒരു തെളിവാണ് അലക്സ് സാറിന്റെ ആ ഒരു പട്ടി വന്ന് റാപ്പപ്പ് എന്ന് പറയുന്ന നമ്മുടെ പിന്നെ ഫംഗിസൈഡ് കുടിച്ചപ്പോൾ പോലും പിന്നെ ഒന്നും പറ്റാതിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അവസാനമായി അലക്സ് സാറോട് ഒരു കാര്യം കൂടെ, കർഷകരോടുള്ള ഒരു അഭിപ്രായം. കാരണം ഈ കർഷകർ നിരവധിയായിട്ടുള്ള വീഡിയോകൾ നമ്മൾ യൂട്യൂബിലൂടെ കാണുന്നതാണ്. പക്ഷെ പലരും പല സംശയങ്ങളുമായിട്ട് വിളിക്കാറുണ്ട്. അവരോടൊക്കെ ഉള്ളൊരു നിർദ്ദേശം, കാരണം 20 വർഷക്കാലമായി കാർഷിക മേഖലയിൽ 8 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് അല്ലെ സമ്മിശ്ര കൃഷിയിലേക്ക് നമ്മുടെ വളപ്രയോഗം 4 വർഷക്കാലമായി കണ്ടിന്യൂസ്. അതിന് മുന്നേയൊക്കെ പല വളപ്രയോഗങ്ങളായിരിക്കുമല്ലോ ചെയ്യുന്നുണ്ടാവുക. മണ്ണ് പരിശോധിച്ച് പല വളങ്ങൾ, രാസവളങ്ങൾ കൊടുക്കുന്നു, ചിലപ്പോൾ ജൈവവളങ്ങൾ കൊടുക്കുന്നു, ചിലപ്പോൾ ചാണകങ്ങൾ കൊടുക്കുന്നു, ചിലപ്പോൾ കോഴിവളം കൊടുക്കുന്നു. അങ്ങനെ പല വളങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഇത് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ലേബർ കോസ്റ്റ് കുറച്ചിട്ടുള്ള ഈ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ കർഷകരെല്ലാം ഇത് വീഴ്ചകൊണ്ടിരിക്കുമ്പോൾ സാറിനെ പോലുള്ള കാർഷിക മേഖല ഇത്രയും പ്രവർത്തന പരിചയമുള്ള സാറിനെ പോലുള്ളവർ അതിന്റെ ഒരു ഗുണങ്ങൾ എന്താണ്, ഇതിന് കർഷകരുടെ ഒരു നിർദ്ദേശം, ഗുണങ്ങൾ സാർ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു ഓൾറെഡി. നിർദ്ദേശം എന്താണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടുള്ള നിർദ്ദേശം എന്താണ്? 4 വർഷത്തെ തുടർച്ചയായ നമ്മുടെ നേഴ്സർ കമ്പനിയുടെ ഈ ജൈവവളങ്ങളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് മനസ്സിലായത്, കർഷകർ രാസവളം ഉപയോഗിച്ച് മടുത്തിട്ട് ഉൽപാദനം കൂടുന്നില്ല എന്നും കണ്ടിട്ട് അവർ ജൈവവളത്തിലേക്ക് തിരിയുകയാണ്. അപ്പോൾ പല കമ്പനികളും മറ്റ് വേസ്റ്റ് ഉൽപ്പന്നങ്ങൾ, മായം ചേർത്ത ഉൽപ്പന്നങ്ങൾ, ജൈവവളമെന്ന് പറഞ്ഞ് കർഷകനെ വഞ്ചിക്കുന്നു. എന്നാൽ ഇത് 4 വർഷത്തെ എൻ്റെ ഉപയോഗത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത് പൂർണ്ണമായും ജൈവമാണെന്നും നല്ല റിസൾട്ട് 100% റിസൾട്ട് ഉറപ്പുണ്ടെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ അവർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, ഇത് മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത് 100% ഗ്യാരണ്ടീഡാണ്. നല്ല റിസൾട്ടുണ്ട്. ഏത് കൃഷിക്ക് ഉപയോഗിച്ചാലും നല്ല റിസൾട്ടാണ്. അലക്സ് സാറിനെ പോലുള്ള മികച്ച കർഷകരുടെ അലക്സ് സാറിന് എനിക്കറിയാം 2020 മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് അല്ലെ? കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ വരുന്നത് അല്ല, കോടമ്പള്ളി.
അതായത് കോടം ബേളൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ അലക്സാർ എന്ന് പറയുന്നത്. ആ അലക്സാർ നിങ്ങളോട് ഇത്രയും ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാം, അതിൽ നിങ്ങൾക്ക് ഗുണങ്ങൾ 100% ലഭിക്കുമെന്ന് പറയുന്നത്. 1000-ലധികം വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. തീർച്ചയായിട്ടും ഇത് വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖല, വിപ്ലവകരമായ ജൈവ കാർഷിക മേഖലയെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാവുക. ആ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളിരിക്കണം, നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീന്തൽ കുളത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കണം എന്ന ഒരു നിർദ്ദേശം ഞാനിവിടെ പറയുമ്പോൾ അലക്സാറും അതേ ഒരു നിർദ്ദേശം കർഷകരിലേക്ക് വെക്കുകയാണ്. നിങ്ങളൊരു ചെറിയ ഭാഗത്തെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കൂ എന്ന്, അതിലൂടെ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കൂ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അലക്സാറിനെ ഈ ഒരു സമയത്ത് നമുക്ക് ലഭിച്ചതിലും ആ ഒരു അനുഭവം കർഷകരിലേക്ക് എത്തിക്കുന്നതിനും മനസ്സ് തന്നതിന് അലക്സാറിനുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയിലെ കൃഷിക്കാർ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു നടപടിയായി നമുക്ക് ഈ ഒരു ഉൽപ്പന്നങ്ങളെ കണ്ടുകൊണ്ട് പുതിയ ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ് സർ. താങ്ക് യു സർ.